കൊടകര കുഴൽപ്പണ കേസിൽ ബി.ജെ.പി. മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് കുന്നംകുളം കോടതിയിൽ ഹാജരായി രഹസ്യമൊഴി നൽകി. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3:45ഓടെയാണ് രഹസ്യമൊഴി നൽകാനായി തിരൂർ സതീഷ് കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായത്. കോടതി പിരിയുന്നതുവരെ കാത്തിരുന്ന ശേഷം 4:40ഓടെ മജിസ്ട്രേറ്റ് എൽ ജയന്തന്റെ ചേംബറിലെത്തിയാണ് സതീഷ് രഹസ്യമൊഴി നൽകിയത്. ഏകദേശം 1 മണിക്കൂറോളം സമയം മൊഴി നൽകൽ നീണ്ടു. തുടർന്ന് മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ നിന്ന് പുറത്തുവന്ന സതീഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മൊഴി നൽകാനായാണ് എത്തിയത്. മാധ്യമങ്ങളോട് കൂടുതലൊന്നും പറയാനില്ലെന്നായിരുന്നു പ്രതികരണം. ഞാൻ ഇവിടെ കോടതിയിൽ പറയാനുള്ള കാര്യങ്ങൾ രഹസ്യമൊഴിയായിട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് ഒന്നും കൂടുതൽ നിങ്ങളോട് പറയാനായിട്ടില്ല. അല്ല, ഞാൻ 164 ഇവിടെ കൊടുത്തിട്ട് ഞാൻ കോടതിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഓക്കെ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി.ജെ.പി. തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 6 ചാക്കുകളിലായി 9 കോടി രൂപ എത്തിച്ചെന്ന മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി അനുമതിയോടെ സർക്കാർ തുടരന്വേഷണം പ്രഖ്യാപിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി വി.കെ. രാജുവിന്റെ നേതൃത്വത്തിൽ സതീഷിന്റെ മൊഴിയും രേഖപ്പെടുത്തി. ഇതിന്റെ തുടർ നടപടിയായാണ് കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. CCTV ന്യൂസ്, കുന്നംകുളം.